പയറൊക്കെ മുളപ്പിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ ഇനി അതിനൊരു നല്ലൊരു പന്തൽ കെട്ടിക്കൊടുത്താലോ. അതും എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന അടിപൊളി പന്തൽ കെട്ടിയാലോ നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലാണ് കേട്ടോ പയർ മുളപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചട്ടിയിൽ മുളപ്പിക്കുകയാണ് കൂടുതൽ നല്ലത്. ഞാൻ 2 വിത്ത് വീതം ചട്ടിയിലിട്ടിട്ടാണ് മുളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുളപ്പിക്കുന്ന രീതികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് ഇതിൽ പറയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു ഭാഗത്ത് വെക്കാം. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഈ പയറിൻ്റെ പന്തൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ ഓരോ പച്ചക്കറി ഇങ്ങനെ നട്ട് വരികയാണ്. നമ്മളെ ചാനലിൽ അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസും തീർച്ചയായിട്ടും തരണേ. അപ്പോൾ ബാൽക്കണിയിലാണ് ഞാൻ ഒരു 6 ചട്ടിയിൽ പയർ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ബാൽക്കണിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പല വീഡിയോയിലൂടെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പയർ നട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടിയിൽ ആദ്യം അടിയിൽ ചകിരി ഇട്ട് കൊടുത്തു. പിന്നെ കരിയിലയും പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് മണ്ണ് മാത്രം ഇട്ട്, പിന്നെ പയറായതുകൊണ്ട് നമ്മൾ കുറച്ച് ചാരവും കൂടി ചേർത്ത് മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ നല്ല പയർ, നീളം പയറാണ് അത് മുളപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ചട്ടിയിലും 2 വിത്ത് വീതം ഇട്ടിട്ടാണ് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നതാണ് ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ഒരു തണ്ട്. അത് നമ്മൾ ഇങ്ങനെ അഴ ഉണ്ടാവില്ലേ, ഇങ്ങനെ നീക്കിക്കൊണ്ട് ചുരുക്കി മടക്കി എടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഴ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ. അത് നമ്മുടെ ചെറിയ പിള്ളേരായിരുന്ന സമയത്ത് മേടിച്ചതായിരുന്നു കേട്ടോ. കുറേ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അഴയിലിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാകെ നാശമായി, അതിൻ്റെ സ്ക്രൂവൊക്കെ പോയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് താഴെ മതിലിനോട് ചേർന്നിട്ടാണ് കേട്ടോ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു സ്റ്റാൻഡിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഒട്ടും കാശ് ചിലവില്ലാതെ നല്ലൊരു വെർട്ടിക്കൽ ഗാർഡനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, വയലറ്റ് പ്ലാന്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ 2 തണ്ടിലും ഞാനതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റീലിൻ്റെ 2 തണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പന്തലുണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യം ആയിട്ടുള്ളത് 4 ചട്ടിയല്ല 6 ചട്ടി വേണം കേട്ടോ. അപ്പോൾ ഞാനതിന് പ്ലാസ്റ്റിക് കയറൊക്കെ വെച്ചിട്ട് 2 കെട്ടുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. 2 എണ്ണം അപ്പുറം ഇപ്പുറം വെച്ചിട്ട് 4 ചട്ടി അപ്പുറം ഇപ്പുറം വെച്ച് നടുവിൽ 2 ചട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പന്തൽ സെറ്റ് ചെയ്യണത്. അപ്പോൾ എനിക്കിനി ഈ പന്തൽ എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാൽക്കണിയിൽ വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചട്ടിയിലൊക്കെ ആകെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സ്ലറിയുടെ കറുത്ത കളർ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി പോട്ടാം. അങ്ങനെ ആ ടൈലൊക്കെ ഇട്ട് കൊടുത്ത്, ബാൽക്കണിയിൽ ടൈലിട്ട് വെച്ചാൽ ഓപ്പൺ ബാൽക്കണിയാണ്. അപ്പോൾ അതിൽ ടൈലിട്ട് കൊടുത്തൊക്കെ ആകെ നോക്കുമ്പോൾ കാണാനില്ലേ. അപ്പോൾ അത് ആകെ കറ പിടിച്ച് വന്നിട്ടാണ്. മഴ പെയ്താലും അങ്ങോട്ട് പോവും, പക്ഷെ എന്നാലും എന്തോ വൃത്തികേട് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പച്ചക്കറി ഇവിടെ ഈ ബാൽക്കണിയിൽ വേണ്ട, മേലെ ടെറസിൻ്റെ പൊക്കത്ത് തന്നെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം അഴിച്ച്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പന്തലാണെന്ന്. അപ്പോൾ അത് ഞാൻ വീണ്ടും അഴിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ കൊടുന്ന് ടെറസിൻ്റെ പൊക്കത്ത് കൊടുന്ന് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ടെറസിലാണ് നമ്മുടെ പച്ചക്കറിത്തോട്ടം കേട്ടോ. നമ്മൾ ഇനി ടെറസിലാണ് ഓരോന്നും വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫസ്റ്റത്തെയാണ് ടെറസിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആദ്യം പയറാണ് കേട്ടോ. പയറപ്പം ഒരു 6 ചട്ടിയിൽ പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ വീണ്ടും ഇങ്ങോട്ട് മേലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് പടർത്തി വിട്ടിട്ടാ. പക്ഷേ ടെറസിൽ ഒരു പണി പറ്റി. എന്തെന്ന് വെച്ചാൽ നമ്മൾ ടെറസിൽ വീടിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടെ പച്ചക്കറിയൊന്നും നടണ്ട എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടെറസിൽ നമ്മൾ ഈ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വിട്ടുപോയി. എല്ലാ പണിയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തില്ല. എത്രയും പെട്ടെന്ന് ഞാൻ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഞാൻ 2-3 വട്ടം പ്ലംബറെ വിളിച്ചതാണ്, പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടു പോയി. അപ്പോൾ ഇത് അപ്പുറത്തെ തച്ചപ്പള്ളിയിൽ ഇതാ കരിയില കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. തച്ചപ്പള്ളി എന്നാണ് ആ വീട്ടുപേര്. അപ്പോൾ തച്ചപ്പള്ളി എന്നാണ് ഞങ്ങൾ പറയാം, വേറെ വീട്ടുപേരാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കരിയില കൂട്ടിയിട്ടുണ്ട്, അതെനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ആ കരിയില സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്പുറത്ത് എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടിട്ടുണ്ട്. അത് ഞാൻ എത്രയും പെട്ടെന്ന് അടിച്ച് മാറ്റുന്നതായിരിക്കും. അവരോട് ചോദിച്ചിട്ട് മേടിക്കണം. അതെന്താണെന്ന് ഞാൻ ഇനി അത് ചെയ്യുമ്പോൾ വീഡിയോയിൽ പറയാവേ. അതാ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും അവിടെ കിടക്കുന്ന ഈ ഐറ്റം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാനൊരു ക്രിയേറ്ററാണെന്ന്. അപ്പോൾ എന്ത് വേസ്റ്റ് സംഭവങ്ങൾ കണ്ടാലും ഞാനത് ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അവിടെ മഞ്ഞൾ കൃഷിയുണ്ട്. അവരുടെ മുറ്റത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് അവർ അവിടെ പച്ചക്കറിയൊന്നും നടാത്തിട്ട. നമുക്കിവിടെ വിശാലമായ ടെറസ് ഉണ്ട്, നല്ല വെയിലൊക്കെ കൊള്ളാൻ. വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു സൗകര്യക്കുറവ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ താഴത്തുനിന്ന് ബക്കറ്റിൽ കൊടുന്നിട്ടാണ് വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പയറ് കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ കുമ്പളോ വെള്ളരിയോ എന്തോന്ന് നമ്മളവിടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇനി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് പന്തലൊക്കെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിന് ഇനി നനച്ചു കൊടുക്കട്ടെ. പിന്നെ ഇത് ഏകദേശം പൂവൊക്കെ വിരിയാനായിട്ട് കേട്ടോ. കായപ്പനി ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ പയറുണ്ടാവാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ വേറെ തൈകളും കൂടി നട്ടിട്ടുണ്ടായിരുന്നു. പല വീഡിയോയിൽ ഞാൻ ഈ പയറിൻ്റെ വിത്ത് നടുന്നതും ചില വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചീര നട്ടിട്ടുണ്ടായിരുന്നത്, പിന്നെ മുളകിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ 2 പയറിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു ചീരയുടെ തൈയും അതുപോലെ മുളകിൻ്റെ തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഹോബീസൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് കമൻ്റ് ഇട്ടോട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചെറിയ ഹോബീസ് ഉണ്ടാവും. വീട്ടിലിരിക്കുന്നവരെല്ലാം ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഓരോ ഹോബികൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ചെടി വളർത്തുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, ക്രാഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹോബീസ്. അപ്പോൾ അത് ഈ ചാനലിലൂടെയൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ നട്ട പിന്നെ ചീര, അതുപോലെ തന്നെ ചീരയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കടക്ക് ഓരോ ചീര ഉണ്ട്. പിന്നെ മുളകിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പം മുളകിൻ്റെ തൈ ഇവിടെ പയറിൻ്റെ ഇടയിൽ നിന്ന് ശരിയാവണില്ലെങ്കിൽ ഞാൻ എല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് വീഡിയോസിൽ AI കാണാണ്ട്, ഫസ്റ്റിൽ വരുന്ന AIൻ്റെ വീഡിയോസ് കാണാണ്ട് കുറേ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. AI എന്തിയെ പിണങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ AI പിണങ്ങിയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു പ്രശ്നത്തിലാണ്. അപ്പോൾ മനസ്സ് അങ്ങോട്ട് അതിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൂഡൊക്കെ വേണ്ടേ. അപ്പോൾ ഇപ്പോഴും മനസ്സൊന്നും ഓക്കെ അല്ല. ഇനി അത് ഓക്കെ ആവാൻ പോകണമൊന്നുമില്ല. നമ്മൾ മെല്ലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.